എന്തൊക്കെയാണ് വിഷയങ്ങൾ? എന്തൊക്കെയാണ്? ആ മൊബൈലിന്റെ ഷോപ്പിലാണ്. അപ്പൊ എനിക്കെന്താ പറയുന്നത്, ഈ ആൾക്കാരുമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല, നല്ല കേടില്ല പരിചയമുള്ള ഒരാളാണ് പ്രശ്നം വരുന്നത്. വരുന്നത്. ഇപ്പം സപ്പോസ് നാട്ടിലുള്ള ഇപ്പം ജനങ്ങളാണെങ്കിൽ നാട്ടിലിപ്പോ ഞാൻ പറ്റും. എനിക്കൊരു അസുഖമുണ്ട്, 2018 മുതൽ വയറിനൊരു അസുഖമുണ്ട്, ക്രോൺസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചോണ്ട് അപ്പൊ ഞാൻ ചില സമയത്ത് ഞാൻ കൂടും 65 ചില സമയത്ത് 52 വെയിറ്റ് കുറയും അല്ലേ? വെയിറ്റ് കുറയുകയും ചെയ്യും. അത് ലൂസ് മോഷൻ പോലെയാണോ വരുന്നത്? അല്ല, സ്റ്റാർട്ടിങ്ങിൽ ലൂസ് മോഷനും ബ്ലഡ് ഒക്കെ പോകുമായിരുന്നു. അപ്പൊ പിന്നെ ഇത് അസുഖം കണ്ടതിന് ശേഷം പിന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കണം. ചില സമയം കഴിക്കുമ്പോ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും മോഷൻ പോവുമോ? ഡെയിലി ഞാൻ രാവിലെ ഇപ്പൊ തലേന്നൊക്കെ എന്താണോ കഴിച്ചൊക്കെ രാവിലെ നല്ലോണം പോകും. രാവിലെ മോശം പോകും. അത് മരുന്ന് കഴിച്ചതിന് ശേഷമാണോ പോകാൻ തുടങ്ങിയത്? അല്ല, എന്റെ അസുഖം കണ്ടുപിടിച്ചതിന് ശേഷം കുറെ മരുന്ന് കഴിച്ചു, പിന്നെ ഒരു നോർമലായി. പക്ഷെ ഈ ഒരു അസുഖം മാറില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഷുഗറും പ്രഷറും പോലെ കൺട്രോൾ ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. അത് ഇതിനായിട്ട് ഞാൻ ഡെയിലി 2 ഗുളിക കഴിച്ചു. 10 രൂപ വരെ. അത് കഴിക്കുന്നതിന് മുമ്പ് കുഴപ്പമില്ലായിരുന്നോ? കഴിക്കുന്നതിന് മുമ്പ് കുഴപ്പമായിരുന്നോ? കറക്റ്റ് ആയിട്ട് മോഷൻ ഇല്ല, ടൈറ്റ് ആയിട്ട് പോവുക, അങ്ങനെയായിരുന്നോ? അതെ, ഒരു പത വരിക, പിന്നെ പല സമയത്ത് പോവുക, അതായത് പലപ്പോഴും പോവുക അല്ലെ? അതെ, ഒരു അസുഖം സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നാണ് ഈ കൊളോണോസ്കോപ്പി ചെയ്തു എന്റെ അസുഖം കണ്ടുപിടിച്ചു. പിന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാണ്. മരുന്ന് കഴിച്ചാൽ ഇടയ്ക്കിടെ ഫ്ലെയറപ്പ് ഉണ്ടായാല് ഫ്ലെയറപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ നല്ല പ്രശ്നങ്ങളാണ്. കിടക്കാൻ മാത്രം തോന്നും, ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവും, ഫിസ്റ്റുല വരാറുണ്ട്. ഈ അസുഖം ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഫിസ്റ്റുല വരും. പിന്നെ ഞാൻ കുറെ ചുടുവെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് അതിനൊരു ആശ്വാസം ഉണ്ടാവലാണ്. കുറെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആൾക്കാരിപ്പോ എന്നോട് ചോദിക്കാൻ എന്ത് പറ്റി എനിക്ക് എന്താ എന്നെ 15 ഞാൻ ഗൾഫ് പോകാൻ തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. അപ്പൊ 15 വർഷം കഴിഞ്ഞ് അന്ന് കണ്ട അതേപോലെ തന്നെ അപ്പം ഇത് പലർക്കും ഉണ്ട്, ഇത്തരം പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നിങ്ങള് മാത്രം ഒറ്റയല്ല. ഇവിടെ കഴിഞ്ഞ ദിവസം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം മനസ്സുമായിട്ടും കുറച്ച് ബന്ധമുണ്ട്. നമ്മുടെ 80% മനസ്സിന്റെ കണക്ഷൻ കൂടിയാണ്. ആൻസൈറ്റി ഡിസോർഡർ എന്നാണ് വരിക. അതെ, മനസ്സാണ്. എനിക്ക് തന്നെ അറിയാം. എനിക്കിപ്പോ ചില സമയത്ത് എനിക്ക് ഞാൻ കൂടുതൽ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ ഒരാളുമായിട്ട് എന്തെങ്കിലും കൂടുതൽ ഓവറായി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് ചൂടായി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല. ഞാൻ അങ്ങനെ ആകുമ്പോ എനിക്ക് എന്താ പറയാ, ഇപ്പൊ എന്റെ ഷോപ്പിൽ ഞാൻ ഒരാളോട് ചൂടായി സംസാരിക്കും. എന്തെങ്കിലും കച്ചറ, മൊബൈൽ ഷോപ്പിലാണ് ഞാൻ. ചില സമയത്ത് മൊബൈൽ നന്നാക്കി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ കണ്ടാൽ നേരം ചില കസ്റ്റമേഴ്സിലേക്ക് കച്ചറ കൂടെ ഉണ്ട്. ആ കച്ചറ കൂടി കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറെ ആരെങ്കിലും വന്നാലൊക്കെ ഈ ഒരു പ്രശ്നം ആ ഒരു രീതിയിൽ എനിക്ക് സംസാരിക്കാനും ഒക്കെ എനിക്ക് കഴിയും. ഈ അല്ലാത്ത ഫ്രീ ടൈമുള്ള സമയം, വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയം, പിന്നെ പെട്ടെന്ന് ആൾക്കാരെ എടുത്തിട്ട് പോകാനുള്ളതും അവരെ സംസാരിക്കുന്നത്, അവരെന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം മുട്ടി പോവുക, മുഖം ഒരു പ്രത്യേക പോലെ മുഖമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് മാറാൻ വേണ്ടിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടോ? ഈ മാനസികമായിട്ടുള്ള ഇഷ്യൂ മാറാനായിട്ട്? 2 മാസം മുന്നേ, 2 വർഷം മുന്നേ ഞാൻ നമ്മളെ നാട്ടിലെ ഒരാളെ എടുത്ത് പോയി. അപ്പൊ എന്നെ കുറെ എന്താ പറയാ കടിച്ചിട്ട് കുറെ എന്താ പറയാ അങ്ങനെ പറയുന്നു. പക്ഷെ അതെനിക്കൊരു സക്സസ്സായിട്ട് തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ ഞാൻ എന്റെ വൈഫിനൊരു ഡോക്ടറെ കാലിക്കറ്റ് പോയി ഡോക്ടറെ കാണിക്കട്ടെ. അപ്പൊ വൈഫിന് വേണ്ടി ഡോക്ടർ ഒരു ഗുളിക ഞാൻ കണ്ടു, ഐഫാപ്ലസിനെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഭാര്യനോട് പറഞ്ഞു മനസ്സിന് എന്താ പറയാ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈഫിനോട് പറയുന്നത് കേട്ടപ്പോ ഞാനത് ആ ഷീറ്റുള്ള മരുന്ന് ഞാനും പോയി വാങ്ങി. വൈഫ് അറിയില്ല, ഡോക്ടർ അറിയില്ല. അപ്പൊ ഞാനത് ഇന്നലെ കഴിച്ചു നോക്കി.
കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇത്തരം വിഷയങ്ങളുടെ പ്രധാന കാരണം നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥ, അതായത് ഈ അസുഖം ഉള്ളത് കൊണ്ട് നമുക്ക് വയറിന്റെ പ്രശ്നം വരാനുള്ള കാരണം തന്നെ ആൻസൈറ്റി ഡിസോർഡറിൽ നിന്നാണ് അത് കണക്കാക്കി തുടങ്ങിയത്. അപ്പൊ വയറിന്റെ പ്രശ്നം, മോഷൻ പ്രശ്നം അങ്ങനെ വന്നു. അത് അല്ല, വയറിന്റെ അസുഖത്തിന് അത് ഇതിന്റെ ഒരു കണക്റ്റഡ് ആണല്ലോ. അത് അല്ല, ഉത്കണ്ഠയാണ് വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല. ദഹനം പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോ ഈ വയറ്റില് ഈ ദഹിപ്പിക്കാനായിട്ട് ഉണ്ടാകുന്ന ദ്രവങ്ങളുണ്ട്, ഈ ആൽക്കലൈനും ആസിഡും ഒക്കെ, അത് വേസ്റ്റ് ആവും. അത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കും മൊത്തത്തിൽ. അത് സ്കിന്നിന് പ്രോബ്ലം, പിന്നെ വയറിനകത്ത് പ്രശ്നങ്ങൾ, ദഹനത്തിന്റെ വ്യത്യാസങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കും. അത് പല അസുഖങ്ങളിലേക്ക് മാറും. അത് നോർമലി അങ്ങനെ വരുന്നതാണ്. കാരണം അത് എവിടെയെങ്കിലും ബാലൻസ്ഡ് ആവണ്ടേ. എനിക്ക് ഈ ഒരു പ്രശ്നം മാറി കിട്ടിയാൽ എനിക്ക് എന്റെ അസുഖത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നാം. ഞാനിപ്പോ എന്റെ നാട്ടില് എന്റെ അങ്ങാടിയിലേക്ക് എനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ അറിയുന്ന ആൾക്കാർ അല്ല, അതിന് പിന്നെ സ്വാഭാവികമായ ഒരു ചിന്തകളിൽ നിന്ന് വരുന്നതാണ്. അതായത് നമ്മുടെ ഇങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കുറയും. പൊതുവെ വെയിറ്റ് കുറയുമ്പോഴേക്ക് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന കാര്യം തന്നെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വെയിറ്റ് ലോസ് വരുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് മാറുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് മാറിക്കോളും. വയറിന്റെ പ്രശ്നവും മാറും, ഇതുമൊക്കെ മാറും. അല്ല, ആദ്യം അറിയേണ്ടത് നമ്മുടെ വിഷയങ്ങളുടെ ശരിയായ രീതി, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് ശരീരത്തിലേക്ക് കടക്കുന്നത്. അത് ശരീരത്തിൽ ഒരു തവണ പല രീതിയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വയറിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെയും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും അത്തരം വിഷയങ്ങൾ അട്രാക്ട് ചെയ്യും. സിറ്റുവേഷൻസ് മോശമാകും. ഇമോഷണലി നമുക്ക് പെരുമാറാനും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഇടപഴകാനുമുള്ള പ്രശ്നങ്ങൾ വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഈ ഹാപ്പി കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള സാധനമാണ്. സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ പോലെയുള്ള ഹാപ്പി കെമിക്കൽസ് ഉണ്ട്. ഇത് ശരിയായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷവരാകുന്നത്, ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് വരുമ്പോൾ നമ്മുടെ ആക്ച്വലി നമ്മൾ ഈ ഹോർമോൺസ് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ ആക്ഷൻസിൽ മാറ്റം വരുന്നത്. പെട്ടെന്ന് ഇൻട്രോവേർട്ട് ആകും, അല്ലെങ്കിൽ ആൻഷ്യസ് ആവും. പെട്ടെന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. പിന്നെ ഞാൻ അധികം എന്തിനും വലിയ ആളോടാണ് എനിക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ കുട്ടികളും അങ്ങനെ മുതിർന്നവർ സംസാരിക്കുമ്പോ അത് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. മുതിർന്നവരിപ്പോ ഒരു 50-ന്റെ ഏജ് മേലേക്ക് പ്രശ്നമല്ല. അതിന്റെ താഴേക്കുള്ള ഒരു 45 ഇത്തരം വിഷയങ്ങളൊക്കെ പലർക്കും ഉണ്ടാകുന്നതാണ്. അതെല്ലാം മനസ്സിന്റെ വിഷയങ്ങളുമായിട്ട്, മനസ്സിന്റെ പ്രശ്നങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇപ്പോൾ മനസ്സിന് ശാന്തത കൊടുക്കുക, ആൻസൈറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക, വളരെ കോൺഷ്യസ് ആയിട്ട് മെഡിറ്റേഷൻ തെറാപ്പികൾ മുതലായ കാര്യങ്ങൾ ചെയ്യുക, യോഗാസനങ്ങൾ അഭ്യസിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കിതിൽ ഇവിടെ മാറ്റിയെടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ഹിപ്നോട്ടിക് രീതിയിലുള്ള തെറാപ്പികളൊക്കെ ഇതിന് കൂടുതൽ ഗുണം ചെയ്യും. എന്നിരുന്നാലും അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം.